വേറെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ മതി. ആളുകൾ മൊത്തം ലിംഗാന്വേഷണത്തിലാണ്. സംഭവം എന്താണെന്നല്ലേ? ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റിൽ ദിവ്യപ്രഭയുടെ ഒരു ന്യൂഡ് സീൻ ഉണ്ട്. അതാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തിരഞ്ഞു നടക്കുന്നത്. അത്രയ്ക്കും അധപതിച്ചോടാ നീ. അത് നേരാ സാറേ, 5000 രൂപ പോലും ഓരോരോ തട്ടിപ്പുകളെ. എന്നിട്ട് 5000 കൊടുത്തോ? തോന്നി ഒരു ലിങ്കിന് വേണ്ടി കടിപിടി കൂടുകയാണ്. നിരവധി സൈബർ ഗ്രൂപ്പുകളിൽ ദിവ്യപ്രഭ എന്ന നടിയുടെ പേരിൽ പലവിധ പോസ്റ്റുകൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നു. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമ 9ഓളം അവാർഡുകൾ വിൻ ചെയ്ത 14ഓളം നോമിനേഷൻസിലേക്ക് വന്ന ഒരു സിനിമ സെർച്ച് ചെയ്താണ് മലയാളികൾ ഇന്ന് മാസ് കാണിച്ചത്. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മളെ പുതിയതാണോ? എന്തോ നീ കേട്ടിട്ട് ഇതിനു മുമ്പ് വന്ന ഒരുപാട് ലോക സിനിമകൾ കാണുമ്പോൾ അതിനെ ഒരു സിനിമയായിട്ട് കാണാനും ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അതെന്താന്ന് എനിക്ക് അറിയില്ല. ഒരു ചെറിയ ക്ലിപ്പിന്, ഒരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയിൽ ഒരു ചെറിയ ക്ലിപ്പിന് വേണ്ടി നാണം കെട്ട് മാലോകരോട് തിണ്ടുന്ന മലയാളിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഓരോ പോസ്റ്റുകൾക്ക് കീഴിലും ഈ നൂറ്റാണ്ടിലും ഇത്രമാത്രം ലൈംഗിക ദാരിദ്ര്യമാണോ മലയാളികൾക്ക് എന്ന് ആ കമന്റുകളിലേക്ക് നോക്കിയാൽ ആരും ചോദിച്ചു പോകും. പുറത്തുള്ളവരൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? നമ്മളെ പറ്റി എന്ന് പറഞ്ഞാൽ പൊതുവെ മലയാളികളെ പറ്റി. നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ടിപ്പിക്കൽ മലയാളി പിള്ളേര്. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്. അവള് മോശക്കാരിയൊന്നുമല്ല. ഏറെ കലാമൂല്യമുള്ള ഒരു സിനിമയിലെ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു സീനാണ് മലയാളി ആൺകൂട്ടത്തിന്റെ ഞരമ്പുകൾക്ക് പ്രശ്നമാകുന്നത്. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? അത് നമ്മുടെ അന്തസ്സിന് ചേർന്നല്ല. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? തപ്പി പിടിച്ച് ലിങ്ക് തേണ്ടി ഏതോൻ്റെയൊക്കെ ഇൻബോക്സിൽ പോയി ടെലിഗ്രാമിൽ പോയി 10 ക്രിപ്റ്റോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടവനാണ് പറയുന്നത് നമ്മുടെ സംസ്കാരം ആകെ മൊത്തത്തിൽ നശിച്ചു എന്നുള്ളത്. നീയൊക്കെ എത്രയേ ഉള്ളൂ. ഈ ഗ്രാൻഡ് പ്രീ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ച് അത് ചെയ്യാം എന്നൊക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ ഇതെല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. ഇനിയെങ്കിലും നന്നാവും നോക്കടാ ചേട്ടൻ. എന്നോട്